ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. വെളിപ്പാട് 4:9. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നവനും ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും. 10-ാമത്തെ വാക്യം, 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നതിന് മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ഇതിൽ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. വെളിപ്പാട് പുസ്തകം 1:18 ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന വചനത്തിൽ നിന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. രണ്ടാമതായി വെളിപ്പാട് 4:9 കാണുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നിന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ സംബന്ധിച്ച് നമ്മൾ പഠനത്തിന് വിധേയമാക്കി. മൂന്നാമതായി ഈ വാക്യത്തിൽ കാണുന്നത് ജീവികൾ അവന് മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുന്നു. ദൈവം മഹത്വത്തിന് യോഗ്യനാണ്, അവൻ തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം 4:10 വരുമ്പോൾ 24 മൂപ്പന്മാർ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുമ്പിൽ വീണു. 24 മൂപ്പന്മാരെ പറ്റി വെളിപ്പാട് പുസ്തകം 4:4 നമ്മൾ പഠനത്തിന് വിധേയമാക്കി. ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണു ഈ വിഷയത്തെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം 1:17 നമ്മൾ പഠനത്തിന് വിധേയമാക്കി. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു എന്ന് ഒടുവിലായിട്ട് കാണുന്നു. കർത്താവായ യേശുക്രിസ്തു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. എബ്രായ ലേഖനം 13:8 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. കർത്താവായ ക്രിസ്തു ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഇല്ല. ചിലർ ചിന്തിക്കുന്നത് യേശുക്രിസ്തു മറിയത്തിൻ്റെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ മുതലാണ് ഉള്ളത്. ആ ചിന്താഗതിയും അപ്രകാരമുള്ള ടീച്ചിങ്ങും തിരുവചനത്തിന് നിരക്കുന്നതല്ല. യേശുക്രിസ്തു ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമില്ല. യേശുക്രിസ്തു ഉണ്ടായി വന്നതല്ല. യേശുക്രിസ്തുവിനെ ഉളവാക്കിയതല്ല. യേശുക്രിസ്തു ഉണ്ടായിരുന്നവൻ ആണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ യേശുക്രിസ്തു ആദിയിലേ ഉണ്ടായിരുന്നവനാണ്. സ്നാപക യോഹന്നാൻ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷമാണ് കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നത്. പക്ഷേ സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നൊരു വചനമുണ്ട്. യേശു അവരോട്: ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ഉണ്ടായിരുന്നവനാണ്. യേശുക്രിസ്തു ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആരംഭമുണ്ട് എന്ന് പറയണം. യേശുക്രിസ്തു ഉളവായി എന്ന് പറഞ്ഞാൽ അന്നേരവും ആരംഭമുണ്ട് എന്ന് പറയണം. ഉണ്ടായിരുന്നവൻ എന്ന് വെച്ചാൽ ആരംഭം ഇല്ലാത്തവൻ. ദൈവം നിത്യനാണ്, സർവ്വവ്യാപിയാണ്, സർവ്വശക്തനാണ്, നിത്യനാണ്. അപ്പോൾ യേശുക്രിസ്തു ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഇല്ലായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്ന് ലോകത്ത് അനവധി ആളുകൾ ദൈവമെന്ന് കരുതി പല വിഗ്രഹങ്ങളെയും പോയി നമസ്കരിക്കാറുണ്ട്. ഒരാണ്ട് കഴിയുമ്പോൾ പിന്നെയും അവിടെ ചെന്ന് നമസ്കരിക്കാനായിട്ട് ചെല്ലുമ്പോൾ കാണുന്നില്ല. കാരണം ഭൂമി വീണ് അല്ലെങ്കിൽ ഭൂകമ്പത്താൽ പലതും നശിച്ചു പോകുന്നു. എന്നാൽ യേശുക്രിസ്തു എന്നേക്കുമുള്ളവൻ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം 4:10 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 4:11 പഠനത്തിന് വിധേയമാക്കാം. സർവ്വകൃപാലുവായിരിക്കും ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.